ഇമ്മണി വല്യൊന്നിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണം സ്പെഷ്യൽ എന്ന് ഞാൻ പറയാൻ കാരണം, ഓണത്തിന് നമുക്ക് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പൂക്കളം, പിന്നെ ഒന്ന് സദ്യ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പൂക്കളവും ജോമെട്രി എങ്ങനെ കണക്ട് ചെയ്യാം, അത് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ 8th സ്റ്റാൻഡേർഡ് NCERT ടെക്സ്റ്റിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ്. അപ്പോൾ ജനറലായിട്ട് ഷേപ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ഷേപ്സ് എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ ഫിഗേഴ്സ്, അതായത് പ്ലെയിൻ ഫിഗേഴ്സ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഹെഡിങ് പോളിഗൺസ്. 8th ചാപ്റ്ററിൻ്റെ പേര് ആക്ച്വലി അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് ആണ്. പക്ഷേ ഞാൻ ജനറലായിട്ടുള്ള ഒരു ടേം വെച്ചിട്ടാണ് ഇന്നത്തേത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോളിഗൺസ് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പേ 1-2 ടേംസ് എന്താണെന്ന് വിചാരിച്ചാൽ, പോളിഗണിൻ്റെ ഡെഫിനിഷൻ, പോളിഗൺ ഇസ് എ സിമ്പിൾ ക്ലോസ്ഡ് ഫിഗർ മെയ്ഡ് അപ്പ് ഓഫ് ലൈൻ സെഗ്മെൻറ്റ്സ്. അതാണ് ഒരു പോളിഗണിൻ്റെ ഡെഫിനിഷൻ, സിമ്പിൾ ക്ലോസ്ഡ് ഫിഗർ മെയ്ഡ് അപ്പ് ഓഫ് ലൈൻ സെഗ്മെൻറ്റ്സ്. അപ്പോൾ നമ്മളൊരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ വേറെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല നമുക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സിമ്പിൾ ക്ലോസ്ഡ് ഫിഗർ എന്താണെന്ന്. സോ അത് ഞാൻ ആദ്യം പറയാം. ഓക്കെ. അപ്പോൾ ഒരു കേവ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അവിടെ തന്നെ എൻഡ് ചെയ്തു. ഓക്കെ. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് എ ക്ലോസ്ഡ് കേവ്, ആൻഡ് ദിസ് വൺ ഈസ് നോട്ട് ക്ലോസ്ഡ്, ദിസ് ഓൾസോ ഈസ് നോട്ട് ക്ലോസ്ഡ്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് തന്നെ എൻഡും ചെയ്താൽ അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് കേവ് എന്ന് പറയുക. അപ്പോൾ ഈ 4 ഞാൻ വരച്ചതിൽ ഇതും ക്ലോസ്ഡ് കേവ്സ് ആണ്, ഇതും ക്ലോസ്ഡ് അല്ല. എന്താണെന്ന് വിചാരിച്ചാൽ സ്റ്റാർട്ടിങ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും ഡിഫറെൻ്റ് ആണ് ഇതിൽ. ഇവിടെ സ്റ്റാർട്ടിങ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം ആണ്. അപ്പോൾ ക്ലോസ്ഡ് ഫിഗർ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ സിമ്പിൾ ക്ലോസ്ഡ് ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ സ്റ്റാർട്ടിങ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും അല്ലാതെ ഇവിടെ വേറെ പോയിൻറ്റ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതിനാണ് നമ്മൾ സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്ന് പറയുക. ഇവിടെ നോക്കൂ, ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം വന്നു, പക്ഷെ ഇത് കൂടാണ്ട് ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വന്നിട്ടുണ്ട്. സോ ദിസ് ഈവൻ ദോ ഇറ്റ് ഈസ് ക്ലോസ്ഡ്, ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ. അപ്പോൾ ഇനി നോക്ക്, ഇതാ ഒരു ഫിഗർ. ഇതും സിമ്പിളാണ്, ക്ലോസ്ഡ് ആണ്. പക്ഷേ ഇതും തമ്മിലുള്ള വ്യത്യാസം, ദിസ് ഓൾസോ ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആൻഡ് ദിസ് ഓൾസോ ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ്. രണ്ടും അതെ, പക്ഷെ ഇത് മെയ്ഡപ്പ് ഓഫ് ലൈൻ സെഗ്മെൻറ്റ്സ്. ഇത് ലൈൻ സെഗ്മെൻറ്റ്സ് കൊണ്ടുണ്ടാക്കിയ സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ക്ലോസ്ഡ് കർവ്സിനാണ് നമ്മൾ എന്ത് പറയുക? പോളിഗൺസ് എന്ന് പറയുക. അപ്പോൾ ക്ലിയർ അല്ലേ? ഇനി പോളിഗൺസ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് സൈഡ്സ് ആണ് നമ്മളതിന് പേരിടാറ്, പോളിഗൺസിന് പേര്. അപ്പോൾ ഏറ്റവും മിനിമം 3 സൈഡ്സ് ഉണ്ടെങ്കിലേ ഒരു പോളിഗൺ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ 2 സൈഡ് വന്നു, ഇങ്ങനെ വന്നു, ഇത് ക്ലോസ്ഡ് ആവില്ല. അപ്പോൾ ദിസ് ഇസ് നോട്ട് എ പോളിഗൺ. അപ്പോൾ 3 സൈഡ്സ് എങ്കിലും അല്ലെങ്കിൽ 3 ലൈൻ സെഗ്മെൻറ്റ്സ് എങ്കിലും മിനിമം വേണം ടു ഫോം എ പോളിഗൺ. അപ്പോൾ ട്രയാങ്കിൾ ആണ് ഏറ്റവും മിനിമം നമ്പർ ഓഫ് സൈഡ്സ്, അതായത് 3 സൈഡഡ് പോളിഗൺ ആണ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഈസ് എ 3 സൈഡഡ് പോളിഗൺ. ഇനി നമ്പർ ഓഫ് സൈഡ്സ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പേര് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ 4 സൈഡ്സ് ഉള്ള പോളിഗണിൻ്റെ പേര് എന്താ? ഇറ്റ് ഈസ് നോൺ ആസ് എ ക്വാഡ്രിലാറ്ററൽ. A quadrilateral is a 4-sided quadrilateral is a 4-sided polygon, and 5-sided polygon ന്റെ പേര് Pentagon, and 6 sides 1 2 3 4 5 6-sided is hexagon. പിന്നെ 7 ഉണ്ട്, ഞാൻ 7 ഇവിടെ വരച്ചില്ല, ഇത് 8.
8-sided polygon octagon. 7 heptagon or septagon രണ്ടും പറയാം. And this is octagon, and 9-sided polygon is known as nonagon, and 10-sided polygon is known as a decagon. അപ്പോൾ ഈ ഡെക്കഗൺ വരുമ്പോഴേക്ക് തന്നെ അത് ഓൾമോസ്റ്റ് ഒരു സർക്കിളിനെ പോലെ തന്നെയാവും ആ ചിത്രം. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് കൂടുന്നതിനനുസരിച്ച് ഇത് വൈഡായി അതൊരു സർക്കിളിൻ്റെ അതേ ഒരു ഷേപ്പിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, 11-sided പോളിഗണിന് എന്ത് പേര് പറയാം. അങ്ങനെ പേരിടാൻ നിന്നാൽ വി നോ ദാറ്റ് നാച്ചുറൽ നമ്പേഴ്സ് ആർ ഇൻഫിനിറ്റ് അല്ലേ, അപ്പം നടക്കൂല. സോ 11 ഓൺവേർഡ്സ് നമുക്ക് പറയാം എന്താ 11-sided പോളിഗൺ എന്ന് പറയാം, അല്ലെങ്കിൽ 12-sided പോളിഗൺ, അത്രേ വഴിയുള്ളൂ. അപ്പോൾ ഇതാണ് പോളിഗൺസിൻ്റെ ഡെഫിനിഷനും പേരും. ഇനി എത്രയാണോ ഒരു പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് അത്ര തന്നെ അതിന് ആംഗിൾസും ഉണ്ടാവും. ഇവിടെ നോക്ക്, ട്രയാങ്കിളിന് 3 ആംഗിൾസ്, അത്ര തന്നെയാണ് വേർട്ടെക്സ് അല്ലെങ്കിൽ വേർട്ടിസസ്. അതുപോലെ ഒരു ക്വാഡ്രിലാറ്ററലിന് 4 ആംഗിൾസ് ഉണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ദ സെയിം ആസ് നമ്പർ ഓഫ് ആംഗിൾസ് ഇൻ എ പോളിഗൺ. ഇനി ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, യു മൈറ്റ് ഹാവ് ഹേർഡ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇഫ് ദ 3 sides ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്സും സെയിം ആയിരിക്കും, ആംഗിൾ മെഷേഴ്സും സെയിം ആയിരിക്കും. 60, 60, 60, അതേപോലെ സൈഡ്സിൻ്റെ ലെങ്ത്സും സെയിം ആയിരിക്കും. സച്ച് എ ട്രയാങ്കിൾ ഇസ് കോൾഡ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ആൻഡ് നോക്ക്, ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 സൈഡും ഈക്വലായി, 4 ആംഗിൾസും ഈക്വലായി, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ സ്ക്വയർ. 4 സൈഡ്സും 4 ആംഗിൾസും ഈക്വലായ ക്വാഡ്രിലാറ്ററലിൻ്റെ പേര് സ്ക്വയർ, ട്രയാങ്കിളിൻ്റെ പേര് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇനി ഇതേപോലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ 5 സൈഡ് അല്ലെങ്കിൽ ഒരു പെൻറ്റഗണിൻ്റെ 5 സൈഡ്സും 5 ആംഗിൾസും ഈക്വലായാൽ അതിൻ്റെ പേരെന്താന്ന്. അതിന് പ്രത്യേകിച്ച് പേരില്ല. ഇതുപോലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സ്ക്വയർ എന്ന് പറയുന്ന പോലെ പേരില്ല. പക്ഷേ ജനറലി നമുക്കിതിന് റെഗുലർ പെൻറ്റഗൺ എന്ന് പറയാം. അപ്പോൾ റെഗുലർ പോളിഗൺസ് ആർ പോളിഗൺസ് ഹൂസ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓൾസോ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ റെഗുലർ പെൻറ്റഗൺ, റെഗുലർ ഹെക്സഗൺ, റെഗുലർ സെപ്റ്റഗൺ, റെഗുലർ ഒക്ടഗൺ, അങ്ങനെയൊക്കെ പറയാം ഇഫ് ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പോളിഗൺസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇത് ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, 3-sided polygon triangle, 4-sided is quadrilateral, and this is pentagon. 5-sided polygon is called a pentagon. And this is hexagon, and this is octagon. 8, this is 6, this is 8, and 7 is there, this is 5, and 4-sided, and this is 3-sided. Okay, and these are already I have explained curves, simple closed curves. And next is അടുത്തത് എന്താണെന്ന് വിചാരിച്ചാൽ ക്വാഡ്രിലാറ്ററൽസ്. 8th ചാപ്റ്ററിൻ്റെ പേര് തന്നെ അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് എന്നാണ്. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ ഇതിന് പ്രത്യേകിച്ച് പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. ഒരു സാധാരണ ക്വാഡ്രിലാറ്ററൽ, അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ആൻഡ് ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. 4-sided പോളിഗൺസ് ആർ ക്വാഡ്രിലാറ്ററൽസ്. അതിൽ തന്നെ പല ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, നമുക്ക് വെറുതെ ക്വാഡ്രിലാറ്ററൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ആൻഡ് ദിസ് വൺ, ഇത് നോക്ക്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രിലാറ്ററലിൽ 2 pairs ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ട്. അതിലെ 1 pair ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയാൽ അതിൻ്റെ പേരാണ് ട്രപ്പീസിയം. If in a quadrilateral, if 1 pair of opposite sides parallel, then it is called a trapezium. If both the pairs of opposite sides are parallel, ഈ pair of opposite sides ഇതും parallel, ഇതും parallel, and this is known as a parallelogram. And this one, okay, this is a parallelogram actually, but
ഇത് പാരലലോഗ്രാം തന്നെയാണ്, പക്ഷെ ഇതിന്റെ എല്ലാ സൈഡ്സും ഈക്വലും ആണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമാണ് ഈക്വല്, പിന്നെ ഇത് പാരലല് ഇതും പാരലല്, പക്ഷെ ഇവിടെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ആൻഡ് ദിസ് ഇസ് എ പാരലലോഗ്രാം ഓൾസോ is known as a rhombus. So we can define a rhombus as a rhombus is a parallelogram with all sides equal, and a parallelogram is a quadrilateral with both the pair of opposite sides parallel, and a trapezium is a quadrilateral with one pair of opposite sides parallel. ഇതാണ് definition. And this is a rectangle, opposite sides equal. ഈ രണ്ട് ലെങ്ത്സ് ഈക്വല്, രണ്ട് ബ്രെഡ്സ് ഈക്വൽ, ആൻഡ് ഓൾസോ ഓൾ ദി ആംഗിൾസ് ആർ ഈക്വൽ. ഓരോ ആംഗിളും 90 ഡിഗ്രി ആണ്. ആൻഡ് ദിസ് ഇസ് എ റെക്റ്റാങ്കിൾ. സോ റെക്റ്റാങ്കിൾ മേ ബി ഡിഫൈൻഡ് ആസ്, ഒരു റെക്റ്റാങ്കിളിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. rectangle, better we can define a rectangle as a parallelogram. A rectangle is a parallelogram with all angle or each angle 90 degree. അതായിരിക്കും നല്ലത്. ഇതും ഒരേപോലെ കാണാൻ, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ, പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിളും 90 ഡിഗ്രീസ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് സ്ക്വയർ. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം മുമ്പ് എന്താ പറയുക, എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു ക്വാഡ്രിലാറ്ററലാണ് ആക്ച്വലി സ്ക്വയർ. അപ്പോൾ സ്ക്വയറിൻ്റെ എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് വിചാരിച്ചാൽ, സ്ക്വയർ ഒരു പാരലലോഗ്രാമാണ്, സ്ക്വയർ ഒരു റെക്റ്റാങ്കിൾ ആണ്, സ്ക്വയർ ഒരു റോംബസ് ആണ്, അങ്ങനെ എല്ലാം പറയാം. നമുക്ക് എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട് സ്ക്വയറിന്. അപ്പോൾ വി ക്യാൻ ഡിഫൈൻ എ സ്ക്വയർ ആസ് എ റോംബസ്. എന്താണെന്ന് വെച്ചാൽ റോംബസിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, സ്ക്വയറിൻ്റെ അതെ. പക്ഷേ റോംബസും സ്ക്വയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? സ്ക്വയറിൻ്റെ എല്ലാ ആംഗിൾസും 90 ആണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. സോ വി ക്യാൻ ഡിഫൈൻ എ സ്ക്വയർ ആസ് എ റോംബസ് with each angle 90 degree. Okay, and some more properties are there, will be discussed. ഇത് കണ്ടോ, ഈ ഒരു ഫിഗർ ഇത് കണ്ടാൽ ഏതുപോലെ ഉണ്ട്? നമ്മൾ പട്ടം പറത്താറില്ലേ, അതന്നെ ഇതിൻ്റെ പേര്, കൈറ്റ്. ഓക്കെ, ആൻഡ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് നോൺ ആസ് എ കൈറ്റ്. കൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് സൈഡ്സ് ആണ് ഈക്വൽ കൈറ്റിന്. ഇഫ് 2 pairs of adjacent sides, ഇതൊരു പെയർ, ഇത് രണ്ടും ഈക്വല്, പിന്നെ ഇതൊരു പെയർ, അഡ്ജസൻറ്റ് സൈഡ്സ് 4 pairs ആർ ദെയർ ഇൻ എ ക്വാഡ്രിലാറ്ററൽ. അതിൽ 2 pairs, ഇത് രണ്ടും ഈക്വല്, ഇത് രണ്ടും ഈക്വല്. സച്ച് എ ക്വാഡ്രിലാറ്ററൽ ഈസ് നോൺ ആസ് എ കൈറ്റ്. അപ്പോൾ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ്. ആൻഡ് സം മോർ പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ പാരലലോഗ്രാമിന് നമുക്ക് ഡയഗണൽസ് വരക്കാം. ഡയഗണൽസ്. And diagonals of a parallelogram bisect each other. Means ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഡയഗണലിൻ്റെയും മിഡ് പോയിന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ മീനിങ്. ഈ O എന്ന് പറയുന്ന പോയിന്റ് ഈ ഡയഗണലിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും, അതേപോലെ സെക്കൻഡ് ഡയഗണലിൻ്റെയും മിഡ് പോയിന്റ് ആയിരിക്കും. ആൻഡ് റോംബസിൻ്റെയും diagonals. A rhombus is a parallelogram, so this property is applicable for this rhombus also, and the diagonals of a rhombus also bisect each other. പിന്നെ ഒരു എക്സ്ട്രാ പ്രോപ്പർട്ടി ഉണ്ട് റോംബസിന്. അതെന്താണെന്ന് വെച്ചാൽ, ഇത് ഈ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുന്നില്ലേ, ഈ ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും, ഈ 4 ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. So the extra property of a rhombus is the diagonals of a rhombus bisect each other at right angles. But in these 2 quadrilaterals, we see that the length of the diagonals are not equal. Diagonals in the length equal അല്ല, ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് ഈ രണ്ടിലും. ഇനി നോക്കൂ, റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് ഈക്വൽ ആണ്. The diagonals are equal for a rectangle, and this property, that is the diagonal, since a rectangle is a parallelogram, the diagonals of a parallelogram bisect each other. That property is applicable. And the extra property for a rectangle is the length of the diagonals are equal for a rectangle. And square എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്. ഓക്കെ, സ്ക്വയറിന് എല്ലാ സൈഡ്സും ഈക്വല്, എല്ലാ ആംഗിൾസും ഈക്വല്, ഡയഗണൽസും ഈക്വല്, പിന്നെയോ
A square is a rectangle, so diagonals are equal. A square is a rhombus, so it bisect each other. The diagonals bisect each other at right angles. ഇവിടെ ഈ 4 ആംഗിൾസും 90 each ആയിരിക്കും. ഓക്കെ, ആൻഡ് ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രഡക്ഷൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാര്യം എന്ന് വിചാരിച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഓണം സ്പെഷ്യൽ, അപ്പം ഫ്ലവർ കാർപ്പറ്റ് അതിൻ്റെ ഒരു മെയിൻ കാര്യമാണ്. അപ്പോൾ ഒരു ജോമെട്രിക്കൽ ഫ്ലവർ കാർപ്പറ്റ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഈ ഷേപ്സൊക്കെ നമുക്കതിനു വേണ്ടി അറിയണം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഫ്ലവർ കാർപ്പറ്റിൽ ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, ഇങ്ങനെ വലിയ ഷേപ്പൊന്നും ഇല്ലാത്ത ക്വാഡ്രിലാറ്ററൽ ഉണ്ട്, പിന്നെ ഒക്ടഗൺ ഉണ്ട്. ഇത് രണ്ടും അങ്ങനെയില്ല. പിന്നെ റോംബസ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്സ് ഓഫ് പോളിഗൺസും അവിടെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഫ്ലവർ കാർപ്പറ്റിൻ്റെ ഡിസൈനിൽ ഒരു ജോമെട്രിക്കൽ ഫ്ലവർ കാർപ്പറ്റാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ. ഫ്ലവർ കാർപ്പറ്റാക്കി തിരിച്ചു വരാം നമുക്ക്. ബൈ. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിഗൺസ് അല്ലേ ഇപ്പം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെൻ്റെ വീടിൻ്റെ പോർട്ടിക്കോ ആണ്. ഒരു 20-22 വർഷമായി ഞാൻ ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ട്. അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഒരു മാത്സ് ടീച്ചറിൻ്റെ പോർട്ടിക്കോയിൽ ഒരു മാത്തമെറ്റിക്കൽ ജോമെട്രിക്കൽ ഡിസൈൻ വന്നത്. ഇത് എന്താ പറയുക, ഇത് നിർമ്മിച്ചവർക്കും അല്ലെങ്കിൽ ഇത് ഈ മാർബിൾ ഇവിടെ ഉണ്ടാക്കിയവർക്കൊന്നും അറിയില്ലായിരുന്നു ഒരു മാത്സ് ടീച്ചറാണ് ഈ വീട്ടിൽ നിൽക്കാൻ പോകുന്നതെന്ന്. ഇത് ജസ്റ്റ് എ കോയിൻസിഡൻസ് അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പോളിഗൺസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ ഡിസൈനിൽ എല്ലാ ടൈപ്സ് ഓഫ് പോളിഗൺസും ഉണ്ട്. ട്രയാങ്കിൾ മുതൽ ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്, ഇത് ക്വാഡ്രിലാറ്ററൽ, ഇത് ട്രപ്പീസിയം, പിന്നെ റോംബസ്, പിന്നെന്താ എല്ലാ ഹെക്സഗൺ, ഹെപ്റ്റഗൺ ആൻഡ് സ്ക്വയർ, റെക്റ്റാങ്കിൾ, ഓൾമോസ്റ്റ് എല്ലാ പോളിഗൺസും ഉണ്ട്. 8 സൈഡ്സ് ഉള്ള പോളിഗൺസ് വരെ ഈ ഡിസൈനിലുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഓണത്തിന് ഞാൻ ഈ ജോമെട്രിക്കൽ ഡിസൈനിലാണ് പൂക്കളം ഇടാറ്. അപ്പം ഞാനിപ്പം പൂക്കളം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം അതിന് മുമ്പേ ഈ ഡിസൈൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം, അല്ലെങ്കിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് പൂക്കളം ഉണ്ടാക്കുന്നതിന് മുമ്പേ ഞാൻ ഇതൊന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഇനി നമുക്ക് പൂക്കൾ ഇട്ടതിന് ശേഷം, ഞാൻ പൂക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത്രയും സമയം നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ പൂക്കൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഫ്ലവർ കാർപ്പറ്റ് റെഡി ആയിട്ട് ജോമെട്രിക്കൽ ഫ്ലവർ കാർപ്പറ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എല്ലാ ഷേപ്സും ഉണ്ട്. ട്രയാങ്കിൾ ഉണ്ട്. മെയിൻ ഇതെല്ലാം ഒക്ടഗൺസ് ആണ്. 8 സൈഡഡ് പോളിഗൺസ്, 8 സൈഡഡ് റെഗുലർ പോളിഗൺ. ഓക്കെ, അപ്പോൾ എല്ലാ ഷേപ്സും ഉണ്ട്. ചിലതെല്ലാം നമുക്ക് അത്ര ശരിയായില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐശ്വര്യപൂർണമായ ഓണാശംസകൾ നേരുന്നു. ഇനിയും നമുക്ക് 2020 ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഇനി വരും ദിനങ്ങളിൽ എല്ലാവർക്കും എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ see you in the next episode. Thank you.